നാട്ടുകാരെ പ്രതികരണം ഈയിടെ എന്നെ തന്തയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്തു വേഴപ്പുറ കോളനി ചെന്നപ്പോഴത്തേന്. പിന്നെ നമ്മൾ അവിടുത്തെ മെമ്പറോടൊക്കെ പറഞ്ഞ് സാറേ ഇനി ഞങ്ങൾ ഇതിൻ്റെ അത് വെള്ളമായിട്ട് കയറത്തില്ലെന്ന് പറഞ്ഞ് ഉപ്പ് വെള്ളം കയറുന്ന കുടിവെള്ളമില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ഇത്. ഒരു കണക്ക് നോക്കിയാൽ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ രണ്ട് ചീത്തവിളി കേട്ടെന്ന് പറഞ്ഞാലും നമ്മൾ കേട്ടുകൊണ്ട് പോരത്തില്ല, നമ്മൾ തിരിച്ചൊന്നും പറയത്തില്ല. കുട്ടനാട്ടിൽ കുടിവെള്ള ടാങ്കർ ഓടിക്കുന്ന മധുവിൻ്റെ വാക്കുകളാണിത്. ജലദൗർലഭ്യം രൂക്ഷമായതോടെ പല ഉൾനാടൻ ഗ്രാമങ്ങളും പൊട്ടിത്തെറിയുടെ വക്കിലാണ്. ദിനംപ്രതി ഓരോ വാർഡിലും ഓരോ ലോഡ് വെള്ളമെത്തും. 500-ലധികം കുടുംബങ്ങൾക്ക് 3000 ലിറ്റർ വെള്ളം. ടാങ്കറുകളെ GPS മുഖേന ഘടിപ്പിച്ചിരിക്കുന്നതിനാൽ തട്ടിപ്പിനുള്ള സാധ്യതയും കുറഞ്ഞു. എന്നാൽ കുടിവെള്ള വിതരണം 2 മാസം പിന്നിട്ടിട്ടും ₹1 പോലും കരാറുകാർക്ക് നൽകിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ കയറിയിട്ട് 56 ദിവസമായി, ഇതുവരെ 5 പൈസ തന്നിട്ടില്ല. ഈ പൈസ പലിശയ്ക്ക് വാങ്ങിച്ചിട്ടാണ് ഈ വണ്ടിക്കാരനെ വിടുന്നതും ഈ ഡീസൽ അടിക്കുന്നത്. ഈ ഡ്രൈവർ ശമ്പളം പോലും കൊടുത്തിട്ടില്ല. പണം നൽകിയില്ലെങ്കിൽ കുടിവെള്ള വിതരണം നിർത്തിവെക്കാനാണ് കരാറുകാരുടെ തീരുമാനം. ടാങ്കറുകളിലെ വെള്ളം കൂടി നിലച്ചാൽ കലാപത്തിലേക്കാവും കുട്ടനാടൻ ഗ്രാമങ്ങൾ നീങ്ങുക. ന്യൂസ് 18 ആലപ്പുഴ.